ഒരു സ്കൂളിലെ കുട്ടികളെല്ലാം നിരന്തരം മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലർ കൊല്ലപ്പെടുന്നു. ഇതെന്താണെന്ന് പോലീസുകാർക്ക് തീരെ മനസ്സിലാവുന്നില്ല. അങ്ങനെ തെരഞ്ഞ് പോലീസുകാർ അവസാനം ഇതാരാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും. എന്നിട്ടും ഈ ആളെ പിടിക്കാനും പറ്റുന്നില്ല. ആളാണെങ്കിൽ ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല കൊല്ലപ്പെട്ട ബോഡികളിലെല്ലാം അടുത്തത് ആരെയാണ് കൊല്ലാൻ പോകുന്നതെന്ന് ഒരു ചെറിയ പേജിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. എന്നിരുന്നാലും പോലീസുകാർക്ക് ആരെയും രക്ഷിക്കാനും പറ്റുന്നില്ല. ഇതുപോലെ ഒരു മെനക്കെട്ട കേസാണ് പോലീസുകാരുടെ കയ്യിൽ എത്തിപ്പെടുന്നത്. ഇതിന്റെ ചുരുളഴിക്കാൻ പോകുമ്പോഴാണ് പോലീസുകാർക്ക് വലിയ സത്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. അവസാനം ഒരു വമ്പൻ ട്വിസ്റ്റ് കൂടെ ഈ സിനിമയിലുണ്ട്. ഈ ഒരു ട്വിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പലർക്കും ചിന്തിക്കാൻ പറ്റത്തക്ക കാര്യങ്ങളെല്ലാം ഈ ഒരു ട്വിസ്റ്റിലുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യരുതായിരുന്നു, ശരിയാലേ, ഇങ്ങനെയായിട്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് എന്നുള്ള പല കാര്യങ്ങളും പല ആളുകളുടെയും മനസ്സിലേക്ക് എത്തും. എന്തായാലും അതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് 2005 റിലീസ് ചെയ്ത ഡയറി ഓഫ് ജൂൺ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്കൂൾ വിദ്യാർത്ഥി പേടിച്ച് മഴയത്ത് ഓടുകയാണ്. അവൻ്റെ പിന്നാലെ തന്നെ അവനെ കുത്തി കൊല്ലാനായിട്ട് ഒരു മഞ്ഞ റെയിൻകോട്ട് ഇട്ട ആൾ വരുന്നുണ്ട്. അങ്ങനെ അവൻ പേടിച്ചൊരു പാലത്തിന് മേലെ കയറുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഇടയിൽ കൂടെ ആ മഞ്ഞക്കോട്ടുകാരൻ വന്ന് അവൻ്റെ കഴുത്തിനും നെഞ്ചത്തും കത്തിക്കൊണ്ട് കുത്തി അവനെ കൊന്നുകളയും. ഇതെന്തിനാണ് അവനെ കൊന്നത്, ഇത്ര ആളുകളുടെ ഇടയിലിട്ട് കൊന്നത്, അതൊന്നും നമുക്കിപ്പം മനസ്സിലാവില്ല. കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. പിന്നെ നമ്മൾ കാണുന്നത് കുറച്ച് തിരക്ക് നിറഞ്ഞിട്ടുള്ളൊരു ബസ്സാണ്. അതിൽ മാന്യനെന്ന് തോന്നിക്കുന്ന ഒരാൾ ഒരു സ്ത്രീയുടെ പിന്നിൽ എന്തോ മോശമായിട്ട് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്തുണ്ടായിരുന്ന ചിലരെല്ലാം ഇത് കാണുന്നുണ്ട്, പക്ഷെ ആരും അത് മെയിൻ ചെയ്യുന്നില്ല. അപ്പോഴാണ് അയാളുടെ പിന്നിലേക്ക് മറ്റൊരു കൈ വരുന്നത്. ഇതിപ്പോൾ ആരാ എൻ്റെ ബിസിനസ്സിൻ്റെ അടുക്ക് മറ്റൊരു ബിസിനസ് എന്നും വിചാരിച്ച് അയാൾ തിരിഞ്ഞു നോക്കുന്ന നേരത്ത് മറ്റൊരു സ്ത്രീയാണ് അയാളുടെ പിന്നിൽ പിടിച്ചിട്ടുള്ളത്. അവളാണെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കിയിട്ട് എന്തൊക്കെയോ നവരസങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത് കാണുന്ന അയാൾക്ക് സംഗതി കുടുങ്ങിയത് മനസ്സിലായി. അയാൾ ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോഴേക്ക് ആ ചേച്ചി അയാളെ പിടിച്ച് 2 കൊടുക്കും. ഈ ചേച്ചി ആരാന്ന് വെച്ചാൽ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരിയാണ്. ആളുടെ പേര് സിയ. അതേസമയത്ത് മറ്റൊരുത്തനെ കാണാം. അവനാണെങ്കിൽ 2 പേര് അടിച്ചു തൂക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. അവസാനം അടി കൊണ്ട് അവരെല്ലാവരും അവിടെ താഴെ വീഴും. അടി കൊള്ളുന്നവന്മാർ എന്തോ ഒരു മെനക്കെട്ട പരിപാടി എടുത്ത് അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുന്നത്. അവനാണ് നമ്മുടെ ഹീറോ. ഇവനും സാധാരണപ്പെട്ടവനാണെന്ന് വിചാരിക്കേണ്ട. അവനും ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരനാണ്. നമ്മൾ നേരത്തെ സിയെ കണ്ടില്ലായിരുന്നു, അവളാണ് ഇവന്റെ സീനിയർ. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിറ്റേന്ന് രാവിലെ തന്നെ സിയ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് തല കീഴെ നിന്ന് എന്തോ ഒരു എക്സസൈസ് ചെയ്യാണ്. ആ സമയത്ത് അവളുടെ വയറ്റിൽ എന്തോ ഒരു കത്തി കുത്തുകൊണ്ടതോ കത്തിയുടെ വെട്ടുകൊണ്ടതോ ആയിട്ടുള്ള ഒരു പാട് കാണാം. എന്താണ് പറ്റിയതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു പോലീസുകാരിയാണല്ലോ, ചിലപ്പോൾ ഗുണ്ടകളെ പിടിക്കാൻ പോയപ്പോൾ അങ്ങനെ എന്തോ പറ്റിയതായിരിക്കാം. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് അവൾ നേരെ ഒരു മാർക്കറ്റിലേക്ക് വന്നിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾ എടുക്കുന്ന സാധനങ്ങളെല്ലാം ട്രോളിയിലിട്ട് തള്ളിക്കൊണ്ടുപോകുന്ന ആവട്ടെ അവളുടെ ജൂനിയറാണ്. നമ്മൾ നേരത്തെ കണ്ട വോങ്ങില്ലായിരുന്നോ, അവനാണ് അവൾ എടുക്കുന്ന സാധനങ്ങളെല്ലാം ട്രോളിയിലിട്ട് തള്ളിക്കൊണ്ടുപോകുന്നത്. അവൻ ചോദിക്കും, ഇതുപോലൊരു ഞായറാഴ്ച ദിവസവും എനിക്ക് ലീവ് തന്നില്ലെങ്കിലോ, എനിക്ക് ഈ ദിവസങ്ങളിൽ വെറുതെ നിൽക്കാൻ പറ്റൂ, എന്തെങ്കിലും നല്ലൊരു ജോലി ചെയ്യുകയാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഇതിപ്പോൾ ട്രോളിയും തള്ളി നടക്കുന്ന കണ്ടാൽ ആളുകളെല്ലാം എന്ത് വിചാരിക്കും? ഇവിടെ കുറെ പെണ്ണുങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, എന്നിട്ട് ഇവിടെ ഒറ്റൊന്നിനെ പോലും കാണുന്നില്ലല്ലോ. അന്നേരം സിയ പറയും, നീ ഒന്ന് ഇങ്ങോട്ട് നോക്ക്, ഇവിടെ കാണുന്ന ഒന്നും പെൺകുട്ടികളല്ലേ. അവൻ നോക്കുന്ന നേരത്ത് കുറെ അമ്മച്ചിമാരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നു. അങ്ങനെ സിയ സാധനങ്ങളെല്ലാം ബില്ല് ചെയ്യാൻ പോകുന്ന നേരത്താണ് ഒരു കള്ളൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്നും കാശെന്തോ അടിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത്. എന്നാൽ ആദ്യം വോങ് അവനെ പിടിക്കാൻ നിൽക്കില്ല, കാരണം അവൻ ഇന്ന് ലീവിലാണല്ലോ. സിയ പോയി പിടിക്കണമെന്ന് പറയുമ്പോൾ അവർ 2 പേരും കൂടെ അവന്റെ പിന്നാലെ ചെന്ന് അവനെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. അവനാണെങ്കിൽ ഒരു കത്തി എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയുടെ കഴുത്തിൽ വെച്ച് നിൽക്കുകയാണ്. അടുത്ത് വന്നാൽ ഇപ്പൊ വെട്ടു എന്നാണ് പറയുന്നത്. അത് കാണുന്ന സിയ പറയും, 1 മിനിറ്റ് മുന്നേ വരെ നീ ഒരു കള്ളനായിരുന്നു, എന്നാൽ ഇപ്പൊ നീ ഒരു കൊലപാതക ശ്രമം കൂടെ നടത്തി. എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും അവനങ്ങ് മാറി നിൽക്കുന്നില്ല. ഇത് കാണുന്ന വോങ് അവന്റെ കിക്ക് ഒരു കരാട്ടെ കിക്കിട്ട് അവനെ താഴെ തള്ളിയിട്ട് അവൻ അറസ്റ്റ് ചെയ്തു. അപ്പോഴാണ് സിയക്ക് കോള് വരുന്നത്. ഏതോ ഒരു സ്കൂൾ വിദ്യാർത്ഥി ബിൽഡിങ്ങിന്റെ മേലെ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു. അത് കേൾക്കുന്ന അവര് 2 പേരും കൂടെ കള്ളനെയും പോലീസിനെ ഏൽപ്പിച്ച് ക്രൈം സ്പോട്ടിലേക്ക് ചെല്ലും. ക്രൈം സ്പോട്ട് അല്ല, അവൻ ആത്മഹത്യ ചെയ്ത സ്പോട്ടിലേക്ക് ചെല്ലും. ഈ സിയ ആണെങ്കിൽ ഇതിനു മുന്നേ മറ്റൊരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവളുടെ നാട് ഇത് തന്നെയാണെങ്കിലും അവൾ ഇപ്പോഴാണ് ഷിഫ്റ്റ് ആയിട്ട് അവളുടെ നാട്ടിൽ തന്നെ വന്ന് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അവരങ്ങോട്ട് ചെല്ലുന്ന നേരത്ത് അവിടെ ഒരു പോലീസുകാരൻ കാവൽ നിൽക്കുന്നുണ്ട്. വോങ്ങിനെ അയാൾക്ക് അറിയുന്നതുകൊണ്ട് തന്നെ വോങ് അകത്തേ കയറി ചെല്ലും. എന്നാൽ സിയയും ഒരു പോലീസുകാരിയാണെന്നുള്ള കാര്യം അയാൾക്ക് അറിയില്ല. അയാൾ തടഞ്ഞു നിർത്തുന്ന നേരത്ത് സിയ വോങ്ങിനോട് ഞാൻ ആരാന്ന് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് പറയും. അതിന് വോങ് തിരിഞ്ഞെന്ന് ചോദിക്കും, നീ ആരാ, നിനക്കെന്നെ അറിയോ? എന്നിട്ട് അവൻ ചിരിച്ചോണ്ട് അകത്തേക്ക് കയറി ചെല്ലും. എന്നിരുന്നാലും സിയ പോലീസുകാരനെയും തട്ടി മാറ്റിയിട്ട് അകത്തേക്ക് ഓടി വരും. അവിടെ തന്നെ ആത്മഹത്യ ചെയ്ത് കിടക്കുന്ന പയ്യനെ കാണാം. മാത്രമല്ല അവന്റെ തൊട്ടടുത്ത് തന്നെ അവന്റെ സ്കൂൾ ബാഗും കിട്ടിയിട്ടുണ്ട്. ഇത് കാണുന്ന വോങ് പറയും, എല്ലാത്തിനും മാതാപിതാക്കളെ പറഞ്ഞാൽ മതിയല്ലോ, ട്യൂഷന് അത് ഇത് എന്ന് പറഞ്ഞ് എല്ലാത്തിനും പറഞ്ഞയക്കും. അവസാനം പ്രഷർ കൊണ്ട് താങ്ങാതെ മക്കൾ ഇതുപോലെ ആത്മഹത്യ ചെയ്യുകയും ചെയ്യും. അങ്ങനെ തിരിച്ച് ഡിപ്പാർട്ട്മെന്റിൽ എത്തിയിട്ട് ആദ്യത്തെ കൊലപാതകവും ഇപ്പോഴത്തെ ആത്മഹത്യയും അവർ എടുത്തു വെച്ച് നോക്കുന്ന നേരം 2 പേരും ഒരേ സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത്. അവർ ആ സ്കൂളിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക അവരൊരേ സ്കൂളിൽ മാത്രമല്ല അവരൊരേ ക്ലാസ്സിലും കൂടെയാണ് പഠിക്കുന്നത്. അങ്ങനെ അവരുടെ ക്ലാസ്സുകാരുടെ അടുത്ത് വന്ന് അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കും. 2 പേരും പഠിക്കുന്നവരാണ്, ഉത്തമ പുരുഷന്മാരാണ്. അതിൽ രണ്ടാമത് മരിച്ചയാൾ ആത്മഹത്യ ചെയ്തയാളാണെങ്കിൽ ക്ലാസ്സിലെ ടോപ്പറാണ്. ക്ലാസ്സിലെ എന്നല്ല, ആ സ്കൂളിലെ തന്നെ ടോപ്പർ ആയിട്ടുള്ള
പ്രായമുള്ള കുട്ടിയാണ്. മാത്രമല്ല ആദ്യം മരിച്ചയാളും രണ്ടാമത് മരിച്ചയാളും നല്ല ഫ്രണ്ട്സാണ്, തിക്ക് ഫ്രണ്ട്സ് കൂടെയാണ്. എന്നാൽ ഇവരിങ്ങനെ ഇവിടെ സംസാരിക്കുന്ന നേരത്ത് ഒരു പയ്യൻ ജനലിൽ കൂടെ ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്, എന്തോ ഒരു പണി ചെയ്യുന്നുണ്ട്. വോങ് പെട്ടെന്ന് തന്നെ അവനെ നോക്കുന്ന നേരത്ത് അവൻ അവിടുന്ന് ഓടിപ്പോകും. അവിടെ നിന്ന് ഇറങ്ങുന്ന നമ്മുടെ ടീമിന് രണ്ടാമത് ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വിളിക്കും. അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോഴാണ് അവന്റെ ബോഡിയിൽ നിന്നും ഡോക്ടർക്ക് എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. വാങ്ങി നോക്കുന്ന നേരത്ത് ചെറിയൊരു ക്യാപ്സ്യൂളാണ്. അത് തുറന്നു നോക്കുമ്പോൾ ഒരു ഡയറിയിലെ പേജിൽ അതിലെന്തോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ജൂൺ 13 തിങ്കളാഴ്ച ഞാൻ ഇൻവോയെ കൊന്നു എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇൻവോ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കൊല ചെയ്യപ്പെട്ട വ്യക്തി ഇല്ലായിരുന്നോ, കൊല ചെയ്യപ്പെട്ട വിദ്യാർത്ഥി ഇല്ലായിരുന്നോ, അവന്റെ പേരാണ് ഇൻവോ. അങ്ങനെ അതുമായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ വന്ന് കാര്യം പറയുമ്പോൾ ചീഫിന് കാര്യങ്ങളെല്ലാം സിമ്പിളായിട്ട് തന്നെ മനസ്സിലായി. ആത്മഹത്യ ചെയ്ത പയ്യനാണ് ആദ്യം മരിച്ചിരിക്കുന്ന പയ്യനെ കൊന്നിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് അവൻ തന്നെ ഒരു കുറ്റസമ്മതം നടത്തിയിട്ട് അവനെ ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. കേസ് എന്തായാലും ക്ലോസ് ആയി, ഇനിയൊന്നും ചെയ്യാനില്ല. എന്നാൽ ഇത് കേൾക്കുന്ന സിയ പറയും, ഇങ്ങനെ ആളുകളുടെ ഇടയിലിട്ട് ഒരുത്തനെ കൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൻ ഇതുപോലെ ആത്മഹത്യ ചെയ്തിട്ട് അതും വയറിനകത്ത് ഇതുപോലെ ഒരു കുറ്റസമ്മതം ചെയ്തിടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിക്കലും ആത്മഹത്യ ചെയ്തവനല്ല ആദ്യം കൊല്ലപ്പെട്ടവനെ കൊന്നിരിക്കുന്നത്. അത് കേൾക്കുന്ന അവരുടെ ബോസ് വന്ന് പറയും, മോളെ നീ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നിട്ടേ ഉള്ളൂ, വലിയ ഷെർലക് ഹോംസ് ഒന്നും ആവാൻ നിൽക്കണ്ട, ഈ കേസ് ഇത്രയേ ഉള്ളൂ, ക്ലോസ് ആയി. അതിന് അവള് പറയും, ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ നേരത്തെ ഒരു കുറിപ്പ് എഴുതി വെക്കാനാണെങ്കിൽ ഒരു പേജിൽ പുറത്ത് എഴുതി വെച്ചാൽ പോരെ, ഇതുപോലെ ഒരു ക്യാപ്സൂളാക്കി അത് വയറ്റിലിട്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ? അന്നേരം വോങ് പറയും, അവൻ സ്കൂളിലെ തന്നെ 1ാം റാങ്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണ്, അവൻ ഇതുപോലെ ആത്മഹത്യ ചെയ്താൽ തന്നെ ആരും അറിയാതെ പോകാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അവന്റെ ആത്മഹത്യയും നാടാകെ എല്ലാവരും അറിയാൻ വേണ്ടിയാണ് അവൻ ഇതുപോലെ ഒരു ക്യാപ്സൂള് അവൻ കുറ്റസമ്മതം നടത്തി വയറ്റിലിട്ട് അവൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇത് കേൾക്കുന്ന സിയെ ബോസിനെ നോക്കിയിട്ട് പറയും, ഇതുപോലെ ജനങ്ങളുടെ കാശും വാങ്ങിയിട്ട് ഒരു പണിയെടുക്കാതെ കുറെ തെണ്ടികൾ ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ പണിയെടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഓരോ കേസുകളൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അത് കേൾക്കുന്ന ബോസ് ദേഷ്യം പിടിച്ച് അവളെ 2 തെറിയെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ പോകാൻ നേരത്ത് അവളോട് പറയും, മോളെ ഇതുപോലെ വലിയ വിളച്ചിലൊക്കെ എടുക്കാൻ നോക്കിയാൽ നിന്നെ ഞാൻ ഏതെങ്കിലും ഒരു ട്രാഫിക് പോലീസായിട്ട് തട്ടും. അത് കേൾക്കുന്ന അവള് നേരത്തെ ബസ്സിൽ വെച്ച് കാണിച്ച പോലെയുള്ള ഒരു നവരസം അയാളുടെ മുഖത്തേക്ക് ഇട്ടുകൊടുക്കും. അങ്ങനെ സിയയും വോങ്ങും കൂടെ സിറ്റി കൂടെ കാറിൽ ഈ കേസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് അവള് പെട്ടെന്നൊരു സ്ഥലത്ത് നിർത്താനായിട്ട് പറയാം. അവിടെ നിന്ന് അവള് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ടണലിനകത്തേക്ക് കയറി ചെല്ലുന്ന നേരത്ത് അവിടെ കുറെ പയ്യന്മാർ സ്പ്രേ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ കാണുമ്പോൾ തന്നെ ആ പയ്യന്മാരെല്ലാം അവിടെ നിന്ന് ഓടിപ്പോകും. എന്നാൽ ഒരു സ്കൂൾ വിദ്യാർത്ഥി മാത്രം പാട്ടും കേട്ട് അവൾ വരുന്ന അറിയാതെ അവിടെ നിന്ന് അങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അവനെയും പിടിച്ച് അവന്റെ സ്കൂളിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി കൊടുക്കും. അവൻ സ്കൂളും കട്ടാക്കിയാണ് ഇവിടെ വന്ന് ചിത്രം വരയ്ക്കുന്നത്. ഇനി സ്കൂളിലേക്ക് രാവിലെ തന്നെ അയച്ചാൽ ഇതുപോലെ നേരെ സ്കൂളിലേക്ക് വന്നാൽ മതി. സ്കൂൾ വിട്ടാലും ഇവിടെ തെണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കാന്ന് വിചാരിക്കേണ്ട, പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തണം. ഈ പയ്യൻ ആരാന്ന് വെച്ചാൽ സിയുടെ മകനല്ല, അവളുടെ ചേച്ചിയുടെ മകനാണ്. കുറെ കാലം മുന്നേ അവളുടെ ചേച്ചി എന്തോ ഒരു അസുഖം ബാധിച്ച് മരിച്ചു. അന്ന് അവള് വാക്ക് കൊടുത്തതാണ്, ഇന്ന് മുതൽ ഞാനാണ് നിന്റെ അമ്മ. അങ്ങനെ അവനെ സ്കൂളിലേക്ക് വിട്ട് ആത്മഹത്യ ചെയ്ത പയ്യന്റെ വീട്ടിലേക്കാണ് അവർ രണ്ടുപേരും കൂടെ ചെല്ലുന്നത്. അവിടെ നിന്ന് അവന്റെ കൈയക്ഷരമുള്ള അവന്റെ നോട്ട്ബുക്ക് വാങ്ങും. അവന്റെ വയറ്റിൽ നിന്നായിരുന്നല്ലോ അവൻ കുറ്റസമ്മതം എഴുതി വെച്ചിരുന്ന ഒരു പേജ് കിട്ടിയിരുന്നത്. അത് അവന്റെ കൈയക്ഷരമാണോ എന്ന് തന്നെ നോക്കാനാണ് അവന്റെ പുസ്തകം ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ അത് നോക്കുമ്പോൾ മനസ്സിലാകും അത് അവന്റെ കൈയക്ഷരമല്ല. അങ്ങനെ അവർ ഈ കേസിന്റെ പിന്നാലെ നടന്ന് ഇപ്പൊ രാത്രി 1 മണിയായിട്ടുണ്ട്. വോങ് പറയും, നീ എന്ന് എന്റെ സീനിയർ ആയോ അന്ന് മുതൽ ഞാൻ നേരത്തെ എന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല, എനിക്ക് ഒരു പെൺകുട്ടികളെ പോലും ഡേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഇത് കേൾക്കുന്ന സിയ പറയും, ഇന്നത്തെ നിന്റെ ഡേറ്റ് ഞാനാന്ന് വിചാരിച്ചാ പോരെ, വേണ്ടേ ഇതിലും ഭേദം ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്നാന്ന് പറയുന്ന നേരത്ത് അവൾ അവന്റെ തലക്കിട്ട് ഒരു അടി എടുക്കും. അന്നേരം അവൻ പറയും, എന്റെ തലക്കിട്ട് അടിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. അതിനവൾ അവന്റെ പിന്നിൽ അടിക്കും. അതിനവൻ പറയും, എന്താ കാണിക്കുന്നത്, നീ വൃത്തിയായിട്ടൊരു പെണ്ണ്. സിയക്കാണ് ഇത് കേട്ടിട്ട് വലിയ കൂസലൊന്നുമില്ല. അവൾ എന്നും 2 വെച്ച് ഇത് ചെയ്യുന്ന പോലെയാണ്. അങ്ങനെ അവൾ ചിന്തിച്ച് നോക്കുന്ന നേരത്ത് ഇത് അവന്റെ കൈയക്ഷരമല്ലെങ്കിൽ മരിച്ചിരിക്കുന്ന 2 പേരെയും കൊന്നിരിക്കുന്ന ഒരൊറ്റയാളാണ്. എനിക്കൊരു സീരിയൽ കില്ലറിന്റെ സ്മെൽ അടിക്കുന്നുണ്ടെന്ന് അവൾ പറയും. എന്നാൽ ഈ സീരിയൽ കില്ലേഴ്സിന് ഒരു പ്രശ്നമുണ്ട്, അവർ കൊല്ലുന്ന ആളുകളെല്ലാം ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും കൊല്ലുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് കൊല്ലപ്പെട്ട പയ്യന്റെ ബോഡിയിൽ നിന്നും കിട്ടിയതുപോലെയുള്ള ഒരു ക്യാപ്സ്യൂള് ആദ്യം കൊല്ലപ്പെട്ട പയ്യന്റെ ബോഡിയിൽ നിന്നും കിട്ടണ്ടല്ലേ. അവരപ്പം തന്നെ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ ഡോക്ടറുടെ പെർമിഷനും വാങ്ങിയിട്ട് അവർ 2 പേരും കൂടെ ആ ബോഡിയിൽ കത്തിവെച്ച് നെഞ്ചിന്റെ ഭാഗം കത്തിവെച്ച് കീറിയിട്ട് അകത്തേക്ക് കൈയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് സെർച്ച് ചെയ്ത് നോക്കും. അങ്ങനെ അതിനകത്ത് നിന്ന് വോങ്ങിന് മറ്റൊരു ക്യാപ്സ്യൂൾ കൂടെ കിട്ടും. അവരത് തുറന്നു നോക്കുന്ന നേരത്ത് അതിലും എന്തോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ജൂൺ 15 ഞാൻ കാങ്ങിനെ കൊന്നിട്ട് അതൊരു ആത്മഹത്യ പോലെയാക്കി, അങ്ങനെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനോ? മാത്രമല്ല 13-ാം തീയതി മരിച്ചയാളുടെ ബോഡിയിൽ നിന്നും കിട്ടിയത് 15-ാം തീയതി മരിച്ചയാളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതായത് കൊല ചെയ്യുന്നയാള് ആദ്യത്തെയാളെ കൊന്നപ്പോൾ തന്നെ അവരുടെ ബോഡിയിൽ, ആ വിദ്യാർത്ഥിയുടെ ബോഡിയിൽ 2ാം തവണ കൊല്ലുന്നയാളെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം എഴുതി വെച്ചിരുന്നു. സത്യം പറഞ്ഞാൽ ഒരാൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നത്, ശരിയല്ലേ? ആദ്യം കൊന്ന വിദ്യാർത്ഥിയുടെ ബോഡിയിൽ 2ാം തവണ മരിക്കുന്നയാളെ കൊന്നു എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞാണ് 2ാമത്തെ ആളെ കൊലപ്പെടുത്തുന്നത്. എന്തായാലും പിറ്റേന്ന് രാവിലെ തന്നെ സിയ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ചേച്ചിയുടെ മകനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ അവനാണെങ്കിൽ വരുന്നില്ല. അവനെ പിടിച്ച് വലിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കും. ശരിക്കും അവൾക്ക് അവനെ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ എന്നിരുന്നാലും അവൾക്ക് അവനോട് എന്തോ ഒരു ഇഷ്ടമാണ്. പക്ഷെ അവനത് മനസ്സിലാക്കുന്നില്ല. സിയ ചോദിക്കും, ഇപ്പം മരിച്ചിരിക്കുന്ന 2 പേരും നിന്റെ ക്ലാസ്സിലുള്ളവരാണ്, അവരെക്കുറിച്ച് നിനക്ക് എന്തേലും അറിയോ? എന്നാൽ അവൻ അവരെക്കുറിച്ചൊന്നും അറിയില്ല
എന്നാണ് പറയാ. അന്ന് സിയയും വോങ്ങും കൂടെ കൊല്ലപ്പെട്ട 2 കുട്ടികളുടെയും ക്ലാസ്സിൽ ചെന്നിട്ട് എല്ലാ കുട്ടികളോടും പുസ്തകം തുറക്കാനായിട്ട് പറയും, അവരുടെ നോട്ട്ബുക്ക് തുറക്കാനായിട്ട് പറയും. അവരുടെ ആരുടെങ്കിലും കൈയക്ഷരം ഈ ബോർഡിൽ നിന്ന് കിട്ടിയ പേജിലെ എഴുത്തുമായിട്ട് മാച്ച് ആകുന്നുണ്ടോ എന്ന് അറിയാനാണ് അവർ ചെക്ക് ചെയ്ത് നോക്കുന്നത്. എന്നാൽ അതിൽ ഒരു പയ്യൻ മാത്രം പുസ്തകം ഒന്നും തുറന്നു വെച്ചിട്ടില്ല. എന്താ നിനക്ക് പുസ്തകങ്ങളൊന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇല്ലാന്ന് പറയും. അവന്റെ ബാഗ് തുറന്നു നോക്കുന്ന നേരത്താണെങ്കിൽ അതിൽ 2 CD-കളാണുള്ളത്. മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ഒരു സിഗരറ്റ് കൂടെയുണ്ട്. അതിന്റെ പാക്കറ്റ് വോങ് അവന്റെ പോക്കറ്റിലിട്ട് അവനോട് ചോദിക്കും, നീയൊക്കെ എന്തിനാടാ സ്കൂളിൽ കയറി പോരുന്നത്? ഏതെങ്കിലും ഒരു പേജ് എടുത്ത് എന്തെങ്കിലും എഴുതാൻ പറയും. എന്നാൽ അവൻ ആ പേജിൽ എഴുതുന്നത് എന്നോട് ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കലടാ തെണ്ടിയുടെ മോനെ എന്നാണ്. ഇത് കാണുന്ന വോങ്ങിന് മനസ്സിലാകും ചെക്കനൊരു പേട്ട ചെക്കനാണെന്നുള്ള കാര്യം. അങ്ങനെ അന്ന് സ്കൂൾ വിട്ട് ഒരു കുട്ടി രാത്രി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവനെ ക്രോസ് ചെയ്ത് അവനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആരോ അവന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പിറ്റേന്ന് രാവിലെ തന്നെ സിയും വോങ്ങും കൂടെ വീണ്ടും ആ സ്കൂളിലെത്തും. കുറച്ച് ദിവസങ്ങളായിട്ടും സ്കൂളിലേക്ക് വരാത്ത വിദ്യാർത്ഥികളുടെ കൈയക്ഷരം കിട്ടുമോ എന്നറിയാനാണ് അവർ വന്നിരിക്കുന്നത്. അങ്ങനെ മാഷ് അവിടെ ഉണ്ടായിരുന്ന ഓരോ കുട്ടികളുടെയും കൈയക്ഷരങ്ങൾ ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പേജിൽ വോങ് അതുപോലെ തന്നെയുള്ള ഒരു കൈയക്ഷരം കാണുക. അത് വെച്ച് നോക്കുന്ന നേരം രണ്ടും മാച്ച് ആവുന്നുണ്ട്. ഇതാരുടെ കൈയക്ഷരമാണെന്ന് ചോദിക്കുന്ന നേരത്ത് ജൂങ് എന്ന പേരുള്ള ഒരു പയ്യന്റെ കൈയക്ഷരമാണ്. പക്ഷെ 1 മാസം മുന്നേ ഒരു കാർ ആക്സിഡന്റിൽ അവൻ മരിച്ചുപോയി. അവന്റെ അച്ഛനാണെങ്കിൽ അവന്റെ അമ്മയെ ഡിവോഴ്സ് ചെയ്ത് പോയതാണ്. എന്തോ ഒരു വലിയ കടബാധ്യതയെല്ലാം അവരുടെ പേരിലേക്ക് ഇട്ടുകൊടുത്താണ് അച്ഛൻ ഇവിടെ നിന്ന് നാട് വിട്ടു പോയിട്ടുള്ളത്. എന്നാൽ ജൂങ്ങിന്റെ അമ്മയാണെങ്കിൽ ഈ കടങ്ങളൊക്കെ എങ്ങനെയും വീട്ടാനായിട്ട് അടുത്തുണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാണ്. എന്നാൽ ഇനി അവന്റെ അമ്മയെ പോയി കണ്ടാലേ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാൻ പറ്റൂ. അവന്റെ അമ്മയുടെ പേരെന്താന്ന് ചോദിക്കുന്ന നേരത്താണ് പറയുക സൂയി എന്നാണ് അവന്റെ അമ്മയുടെ പേര്. അങ്ങനെ അപ്പം തന്നെ സിയ ജൂങ്ങിന്റെ അമ്മയായ സൂയിയെ കാണാനായിട്ട് അവർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് അവിടെ നിന്ന് വെച്ച് പിടിക്കും. വോങ്ങാണെങ്കിൽ അവളുടെ കൂടെ തന്നെ പോയിട്ടില്ല. ആ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളോടെല്ലാം ജൂങ്ങിനെ കുറിച്ച് മരണപ്പെട്ടുപോയ കാർ ആക്സിഡന്റിൽ മരിച്ചുപോയ ജൂങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാണ്. അന്നേരം ആ പേട്ടച്ചെറുക്കം വന്ന് പറയും, എനിക്ക് അവനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു സിഗരറ്റ് തരണം. വോങ്ങാണെങ്കിൽ പോക്കറ്റിൽ നിന്ന് 2-3 സിഗരറ്റ് എടുക്കുന്ന പോലെ കാണിച്ച് അവിടെ നിന്ന് ഒരു പുസ്തകം എടുത്ത് അവന്റെ തലക്കിട്ട് 4 അടി കൊടുക്കും. ഞാൻ തരണോ അല്ലെങ്കിൽ നീ പറയണോ? അന്നേരം അവൻ പേടിച്ച് പറയും. അവനൊരു ഡയറി ഉണ്ടായിരുന്നു, അതിലെന്തൊക്കെയോ അവൻ എഴുതി വെക്കായിരുന്നു. ഒരു ദിവസം അവൻ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ അതിലെന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ഞാൻ അതൊന്ന് തുറന്നു നോക്കി. അതിൽ ഇന്നത്തെ ദിവസത്തെ കുറിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. ജൂൺ 17-ന് ദോങ്ഹായ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ എമർജൻസി റൂമിൽ കിടക്കുന്ന ജോൻ എന്ന പയ്യൻ മരിക്കും. അങ്ങനെയായിരുന്നു അതിൽ എഴുതി വെച്ചിരുന്നത്. അതേ സമയത്ത് സിയ നിൽക്കുന്നതാണെങ്കിൽ ദോങ്ഹായ് ഹോസ്പിറ്റലിൽ തന്നെയാണ്. അവിടെയാണ് ജൂങ്ങിന്റെ അമ്മ ജോലി ചെയ്യുന്നത്. പക്ഷെ അവൾ അവിടെ എത്തുമ്പോഴാണ് അവളുടെ ബാല്യകാലത്തുണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ അവൾ കാണുന്നത്. അങ്ങനെ അവർ 2 പേരും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അതിന്റെ ഇടക്ക് ജൂങ്ങിന്റെ അമ്മയെ കുറിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ, എന്താണ് പരിപാടി, അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് വോങ് സിയയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അവൻ പറയും, ആ ഹോസ്പിറ്റലിൽ എമർജൻസി വാർഡിൽ കിടക്കുന്ന ഒരു പയ്യൻ ഇന്ന് മരിക്കും, നീ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെല്ലും, മിക്കവാറും അവന്റെ അമ്മയായിരിക്കും അവനെ കൊല്ലാനായിട്ട് പോകുന്നത്, അവന്റെ പേര് ജോൻ എന്നാണ്. ഇത് കേൾക്കുന്ന സിയ അപ്പോൾ തന്നെ കൂട്ടുകാരിയോട് നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ എമർജൻസി വാർഡിലേക്ക് ഓടിച്ചെന്ന് നോക്കും. എന്നാൽ അവിടെ ആ പയ്യൻ മരിച്ചു കഴിഞ്ഞു. അവക്കാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ എല്ലാവരും കൂടെ ജൂങ്ങും അവന്റെ അമ്മയും താമസിച്ചിരുന്ന വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അകത്തേക്ക് ചവിട്ടി പൊളിച്ച് കയറുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അവസാനത്തെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ടായിരുന്ന കൊലപാതകം കഴിഞ്ഞത് മുതൽ ജൂങ്ങിന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നില്ല. അങ്ങനെ പോലീസുകാർ അവിടെ വെച്ച് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമെന്ന് അറിയാനായിട്ട് പരത്തി നോക്കുകയാണ്. അപ്പോഴാണ് സിയ അവിടെ വെച്ചിരുന്ന വലിയൊരു ചിത്രം കാണുന്നത്. ആ ചിത്രം കാണുന്നതോടുകൂടെ അവളാകെ ശോകമുഖമാകും. അതാരുടെ ചിത്രമാണെന്ന് വെച്ചാൽ അവളും അവളുടെ കൂട്ടുകാരിയും നിൽക്കുന്ന ചിത്രമാണ്. സിയയുടെ ഏത് കൂട്ടുകാരി എന്ന് വെച്ചാൽ അവൾ ഹോസ്പിറ്റലിൽ വെച്ചൊരു കൂട്ടുകാരിയെ കണ്ടില്ലായിരുന്നോ, അവളാണ് ഈ ജൂങ്ങിന്റെ അമ്മ. സിയയുടെ ബാല്യകാലം മുതലേ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഉറ്റ സുഹൃത്താണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോൾ അവളുടെ മുഖമാകെ ശോകമുഖമാകും. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആ കട്ടിൽ ഇരിക്കുന്ന സമയത്താണ് പോലീസുകാർക്ക് ആ റൂമിൽ വെച്ച് ഒരു ഡയറി കിട്ടുന്നത്. അതിലുണ്ടായിരുന്ന പല പേജുകളും പറഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ്. എന്നാൽ അതിൽ അവസാനത്തെ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ജൂൺ മാസത്തിൽ ഞാൻ 6 പേരെ കൊന്നു. ഇതെല്ലാം കൂടെ കാണുന്ന സി ആണെങ്കിൽ ടെൻഷനായിട്ട് വീട്ടിൽ വന്നിരുന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് സ്കൂളിലെ ടീച്ചർ വിളിച്ച് പറയുന്നത്, നിങ്ങളുടെ മരുമോൻ നിങ്ങളുടെ ചേച്ചിയുടെ മകൻ ഇന്ന് സ്കൂളിലേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം. അതേ സമയത്താണ് അവൻ അകത്തേക്ക് കയറി വരുന്നത്. അവൻ പറയും, ഞാൻ പെയിന്റിങ് ചെയ്യാനായിട്ട് പോയതായിരുന്നു എന്ന്. അത് കേൾക്കുന്ന സിക്ക് ദേഷ്യം വന്ന് അവന്റെ പെയിന്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം താഴിട്ട് പറയും, ഞാൻ ഇപ്പൊ തന്നെ ടെൻഷൻ അടിച്ചൊരു മുള്ളിന്റെ മേലെയാണ് നിൽക്കുന്നത്, അതിന്റെ ഇടയിൽ നീയും കൂടി ഇമാതിരി ഓരോ പണികൾ കാണിക്കാൻ തുടങ്ങിയാലോ. അതിനവൻ പറയും, നിനക്ക് തോന്നുന്നുണ്ടോ നീ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന്? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും വേസ്റ്റ് ആണ്. നീ നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, അല്ലാതെ എനിക്ക് വേണ്ടിയല്ല. എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടുമില്ല. എന്നിട്ട് അവൻ ദേഷ്യത്തിലെ റൂമിലേക്ക് കയറി ചെല്ലുന്ന നേരത്ത് സിയക്കാണെങ്കിൽ ടെൻഷൻ ഇടയിൽ ഇതുപോലെ ഒരു വിഷമം കൂടെ വരുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റില്ല. പിറ്റേന്ന് പോലീസുകാരെല്ലാവരും കൂടെ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് ഈ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നടന്ന കൊലപാതകത്തിന് ശേഷം ജൂങ്ങിന്റെ അമ്മയായ സൂയെ ഇതുവരെ കണ്ടുകിട്ടാനായിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ അവരെല്ലാവരും കൂടെ അവളെ പിടിക്കാനുള്ള പ്ലാനിങ് തയ്യാറാക്കുമ്പോഴാണ് സിയ പറയുക, അവളുടെ പേര് സൂയി എന്നല്ല ജിങ്സു എന്നാണ്. കാരണം സിയക്കറിയാം അവളുടെ പേര് എന്താണെന്നുള്ള കാര്യം. അവളുടെ കൂടെ ഒരുമിച്ചിരുന്ന് പഠിച്ചവളാണ് ഇമാതിരി പരിപാടികളെല്ലാം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവൾ ഇതെല്ലാം എന്തിനു ചെയ്യുന്നു എന്നുള്ള കാര്യം ഇതുവരെ സിയ
സിയക്ക് മനസ്സിലായിട്ടില്ല. അതേസമയത്ത് സിയയുടെ കൂട്ടുകാരി, അതായത് ജൂങ്ങിന്റെ അമ്മ, ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തിട്ട് മുങ്ങി നടക്കുന്ന സിയയുടെ കൂട്ടുകാരി, അങ്ങനെ തന്നെ പറയാം. അവൾ ഏതോ ഒരു പാർക്കിലിരുന്ന് ഒരു കുടുംബത്തിലെ എല്ലാവരും അവിടുന്ന് കളിച്ച് ചിരിച്ച് രസിക്കുന്നത് നോക്കിയിരിക്കുകയാണ്. അവൾ അതെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് സിയയും ബൂങ്ങും കൂടെ വീണ്ടും സ്കൂളിൽ വന്നിട്ട് ജൂങ്ങിനെ കുറിച്ച് അവന്റെ കൂട്ടുകാരോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഹീറോ ആയിട്ടുള്ള വൂങ്ങിന്റെ പേരും കാർ ആക്സിഡന്റിൽ മരിച്ചുപോയ ജൂങ്ങിന്റെ പേരും പരസ്പരം മാറിപ്പോകരുത്. ഒരാൾ വൂങ്, ഒരാൾ ജൂങ്. ആ പേട്ടച്ചകനോട് അവനെ കുറിച്ച് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിനക്ക് അറിയോ, ആ ഡയറിയിൽ നീ വേറെ എന്തെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്ന നേരം അവൻ പറയാ, ഞാനൊന്നും കണ്ടില്ല, ആ ഡയറി ആണെങ്കിൽ ഞാൻ വാങ്ങിച്ച് നോക്കാനും നിന്നില്ല. ഒരു തവണ ഞാനത് പിടിച്ചു വാങ്ങിക്കാനായിട്ട് നോക്കിയതായിരുന്നു, അപ്പോഴവന്റെ മുഖമൊന്ന് കാണണമായിരുന്നു, ആകെ ഭ്രാന്ത് പിടിച്ചിട്ട്. അന്നേരം വൂങ് പറയും, ഭ്രാന്ത് പിടിച്ചിട്ട് ആരാ ഈ പറയുന്നത്, നട്ടഭ്രാന്തിന്റെ ഉസ്താദാണ് അവൻ. അതുപോലെ ഒരു ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അതിലും വലിയ നട്ടഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാകും. നീ അവനെ ഉപദ്രവിച്ചിരുന്നോടാന്ന് ചോദിക്കുന്ന നേരത്ത് അവൻ പറയും, ഞാൻ അവനെ നോക്കുന്ന പോലെ ക്ലാസ്സിലുള്ള എല്ലാവരും അവനെ നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ അവനെ ഉപദ്രവിക്കാൻ പോയിട്ട് മെനക്കെടുത്താൻ പോലും നിന്നിട്ടില്ല. പക്ഷെ അവൻ ഇങ്ങനെയെല്ലാം പറയുന്നുണ്ടെങ്കിലും ക്ലാസ്സിൽ വെച്ച് ആ ഡയറി കിട്ടാനായിട്ട് അവൻ ജൂങ്ങിനെ ചവിട്ടി കൂട്ടുകയായിരുന്നു. ഈ കാര്യങ്ങളൊന്നും അവൻ നമ്മുടെ ആളുകളോട് പറയുന്നില്ല. അങ്ങനെ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടും ഓരോ കുട്ടികളെയും വന്നിരുത്തിയിട്ട് ജൂങ്ങിനെ കുറിച്ച് ചോദ്യം ചോദിക്കുന്ന നേരത്ത് അവരെല്ലാം പറയുന്നത് അവനൊരു പാവമാണ്, ഞങ്ങളാരും അവനെ ഉപദ്രവിക്കാനായിട്ട് പോയിട്ടില്ല എന്നാണ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞവരെല്ലാം അവനെ ഉപദ്രവിച്ചവരാണ്. എല്ലാം ആട്ടിൻതോലിട്ട ചെന്നൈകളാണ്. അവനെ ഉപദ്രവിച്ചതിന് ഒരു കയ്യും കണക്കില്ല. അതിലാണെങ്കിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ഉണ്ട്. അതിലൊരു പെൺകുട്ടിയാണെങ്കിൽ വന്ന് പറയുന്നുണ്ട്, ഞാൻ അവനെ തൊട്ടിട്ട് പോലും ഇല്ലാന്ന്. ശരിയാണ്, അവൾ അവനെ തൊട്ടിട്ടില്ല. പക്ഷെ അവനെ പട്ടിയെ നടത്തുന്ന പോലെ അവന്റെ കഴുത്തിൽ ടൈയും പിടിച്ച് അവനെ നടത്തിയിട്ടുണ്ട്. പക്ഷെ പയ്യന്മാരെല്ലാം, ക്ലാസ്സിലെ കുട്ടികളെല്ലാം അവനെ വെച്ച് ഇതുപോലെ എന്തിനാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അതിനും ഒരു കാരണം കാണും. എന്ത് കാരണമുണ്ടെങ്കിലും ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇതുപോലെ അവരെല്ലാവരും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. എന്തായാലും അവസാനം ചോദ്യം ചെയ്യാനായിട്ട് അവിടെ കൊണ്ടിരുത്തുന്നത് സിയയുടെ മകനെയാണ്. സിയയുടെ മകനല്ല, അവളുടെ ചേച്ചിയുടെ മകനാണ്. എങ്ങനെയാണെങ്കിലും നമുക്ക് അവനെയും മകനെന്ന് തന്നെ വിളിക്കാം. ജൂങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയാ, എനിക്ക് അവൻ അറിയ പോലും ഇല്ല എന്നാണ്. അവൻ നിന്റെ ക്ലാസ്സിൽ തന്നെ അല്ലേ പഠിക്കുന്നത്, എന്നിട്ട് എന്താ അറിയാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എന്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് വെച്ച് എനിക്ക് അവനെ അറിയണമെന്നുണ്ടോ. സിയ ചോദിക്കും, സത്യം പറ, നീ അവനെ ഉപദ്രവിച്ചില്ലേ? അന്നേരം അവൻ ടെൻഷനായിട്ട് പറയും, ഞാൻ ഉപദ്രവിച്ചില്ല, പക്ഷെ ബാക്കിയുള്ള എല്ലാവരും അവനെ ഉപദ്രവിച്ചു. എനിക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതിനാർക്കും ഇനി ഒന്നും ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ ദേഷ്യം വന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അന്ന് രാത്രി സിയ വല്ലാതെ വിഷമിച്ച് വെള്ളമടിച്ച് ബോധം പോയിരിക്കുമ്പോൾ വോങ് എങ്ങനെയോ അവളെയും താങ്ങി പിടിച്ച് വരികയാണ്. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് മകൻ വിളിക്കുന്നത്. അന്നേരം അവള് പറയും, എന്താടാ ചക്കര, നീ ഇന്ന് ചേച്ചിയോട് എന്തൊക്കെയാ സംസാരിച്ചേ, എങ്ങനെയൊക്കെ എന്നോട് പറയാൻ പറ്റുമോ? എന്നാ വോങ് ആ ഫോൺ വാങ്ങിയിട്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ഫോണ് ചെവിയിൽ വെച്ച്, എടാ മോനെന്ന് പറയുന്ന നേരത്താണ് ആ വിളിച്ചിരിക്കുന്ന ചീഫാണ്. എന്തൊക്കെയാടോ നിങ്ങൾ പറയുന്നത്, രണ്ടും വെള്ളമടിച്ച് ബോധം പോയല്ലേ? അപ്പോഴേക്കമ്മ ഫോണും കട്ട് ചെയ്ത് അവളെ എങ്ങനെയൊക്കെയോ താങ്ങി പിടിച്ച് അവന്റെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തും. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന അവള് അവന്റെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു മീനെടുത്ത് സ്റ്റൗവിൽ കത്തിക്കാൻ പോകുന്ന നേരത്താണ് ഗ്യാസ് തീർന്നു പോയി അറിയാം. അങ്ങനെ ഒരു സിഗരറ്റും കത്തിച്ചുകൊണ്ട് അവൾ സ്റ്റൈലായിട്ട് ഇസ്തിരിപ്പെട്ടി വെച്ച് ആ മീനെ ചൂടാക്കി എടുക്കുകയാണ്. അന്നേരം അവളുടെ വായന്ന് സിഗരറ്റിന്റെ ചാരം തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പുസ്തകത്തിലേക്കാണ് വീഴുന്നത്. അവൾ അതെടുത്ത് തട്ടി നോക്കുമ്പോഴാണ് ആ പുസ്തകത്തിൽ എന്തോ ഒരു പാട് കാണുക. അതായത് നമ്മളൊരു പുസ്തകത്തിലെ പേജിൽ എന്തെങ്കിലും എഴുതിയിട്ട് ആ പേജ് അവിടെ നിന്ന് പറിച്ചു മാറ്റുകയാണെങ്കിലും അടുത്ത പേജിൽ നമ്മൾ ആദ്യത്തെ പേജിൽ എഴുതിയതിന്റെ കുറച്ച് പാട് കിടക്കില്ലേ, അതുപോലെ തന്നെ ഈ പേജിൽ ഒരു പാട് കാണുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ ജൂങ്ങിന്റെ വീട്ടിൽ നിന്ന്, അതായത് അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഡയറിയിലെ അവസാനത്തെ പേജ് ഫോറൻസിക്കിന് അയച്ചു കൊടുക്കും. അങ്ങനെ ഫോറൻസിക് അതെല്ലാം സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കും. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ജൂൺ 19 വീട്ടിൽ വെച്ച് സംഗ്യോൺ മരിക്കുമെന്നാണ്. അതായത് സംഗ്യോൺ ഇന്ന് മരിക്കുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ സംഗ്യോൺ ആരാന്ന് വെച്ചാൽ ആ പേട്ടച്ചക്കനില്ലായിരുന്നു, അവന്റെ പേരാണ് ഈ പേര്. അവര് രണ്ടുപേരും കൂടെ പെട്ടെന്ന് തന്നെ അവന്റെ വീട്ടിലെത്തിയിട്ട്, നീ ശരിക്കും അവനെ ഉപദ്രവിച്ചിട്ടില്ലടാന്ന് ചോദിക്കുന്ന നേരം അവൻ പറയും, ഞാൻ അവനെ ഒന്നും ചെയ്തില്ല. സി പറയും, നീ 2 ഷൂസ് മോഷ്ടിച്ച് അവന്റെ ബാഗിലിട്ട് അവനെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ചില്ലായിരുന്നോ? അന്നേരം അവൻ പറയും, അതൊന്നും ഞാനല്ല ചെയ്തേ. ആദ്യം തന്നെ മരിച്ചു പോയിരുന്ന 2 പഠിപ്പിസ്റ്റില്ലായിരുന്നോ? അവര് പഠിപ്പിസ്റ്റാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷെ അവരെക്കാളും വലിയ തെണ്ടികൾ വേറെയില്ല. അവര് 2 പേരും കൂടെയാണ് അവന്റെ ബാഗിൽ ഇതുപോലെ ഷൂസ് ഇട്ട് അവനെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ച്. അപ്പോഴാണ് അന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം നമ്മൾ കാണുന്നത്. അവനെ പോലീസുകാർ പിടിച്ചപ്പോൾ അവന്റെ അമ്മ കാര്യം പറഞ്ഞ് പെട്ടെന്ന് തന്നെ എത്തി. അതായത് സിയയുടെ കൂട്ടുകാരി കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി. അങ്ങനെ പോലീസുകാരാണ് പറയാ, ഇതുപോലെ ഷൂ കട്ടതുകൊണ്ടാണ് അവനെ പിടിച്ചതെന്ന്. അങ്ങനെ അവനെയും കൂട്ടി വന്ന് കാറിലിരിക്കുന്ന അമ്മ അവനോട് ചോദിക്കും, നീ എന്തിനാടാ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? നിന്റെ അച്ഛനോ നമ്മളെ ഉപേക്ഷിച്ചു, അച്ഛന്റെ കടങ്ങൾ തീർക്കാൻ ഞാൻ കിടന്ന് പെടാപ്പാട് പിടുകയാണ്, അതിന്റെ ഇടയിൽ നീയും കൂടി ഇങ്ങനെ ആയാലോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 പേർക്കും കൂടെ അങ്ങ് ആത്മഹത്യ ചെയ്താലോ? അവൻ നടന്ന കാര്യങ്ങളെല്ലാം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അമ്മ പറയും, നീ എന്നോടൊന്നും പറയണ്ട, നീ തൽക്കാലം ഒരു കാര്യം ചെയ്താൽ മതി, ഇവിടെ നിന്ന് എങ്ങനെയും ഒന്ന് പോയി തരുമോ? ഞാൻ എങ്ങനെയും ഈ കടങ്ങളൊക്കെ ഒന്ന് വീട്ടട്ടെ. നീ ഉള്ളത് കൊണ്ട് നമ്മുടെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, അതുകൊണ്ട് നീ കുറച്ച് ദിവസത്തേക്കെങ്കിലും കുറച്ച് കാലത്തേക്കെങ്കിലും എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി തരുമോ? അതാണ് അന്ന് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെയാണെങ്കിൽ നമ്മുടെ ടീമും പോലീസുകാരും എല്ലാവരും കൂടെ ആ പേട്ടച്ചക്കന്റെ വീടിന്റെ ചുറ്റുഭാഗത്തുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് രാത്രിയാണ് അവൻ മരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവനാണെങ്കിൽ ഒന്നും അറിയാതെ വീട്ടിലെ കമ്പ്യൂട്ടറിൽ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവന്റെ മുഖഭാവം കണ്ടിട്ട് അവൻ ഗെയിം കളിക്കൊന്നും അല്ല എന്നാണ് തോന്നുന്നത്. അതേ
സമയത്ത് ഇവിടെ അവരുടെ കാറുകളെല്ലാം പാസ് ചെയ്തുകൊണ്ട് ഒരു മഞ്ഞ കോട്ടിട്ട അയാൾ പോകുന്നുണ്ട്. ചീഫ് അപ്പോഴേക്ക് ഒരു മഞ്ഞ കോട്ടിട്ട സ്ത്രീ ഇതുവഴി പോകുന്നുണ്ടെന്ന് എല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുക്കും. ആ സമയത്താണ് ഒരു ഡെലിവറി ബോയ് വന്ന് നമ്മുടെ സിയയും വോങ്ങും ഇരിക്കുന്ന കാറിന് മുട്ടുന്നത്. വാതിൽ തുറന്നു നോക്കുന്ന നേരത്ത് സിയക്ക് വേണ്ടി എന്തോ ഒരു കൊറിയർ ആരോ അയച്ചിരിക്കുകയാണ്. ഇതാരാണ് അയച്ചതെന്ന് മനസ്സിലാവാതെ ആ കൊറിയർ വാങ്ങി തുറന്നു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതാണ് ജൂങ് എഴുതിയിരിക്കുന്ന ഡയറി. നേരത്തെ ജൂങ്ങിന്റെ വീട്ടിൽ നിന്ന്, അതായത് സിയയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന്, ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്ന കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് ഈ ഡയറി കിട്ടിയതാണ്. പക്ഷെ അപ്പോഴാണ് സിയക്ക് മനസ്സിലാവുക ആ വീട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡയറി ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇപ്പൊ കൊറിയറിൽ വന്നിരിക്കുന്നതാണ് ഒറിജിനൽ. അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഡയറിയിലായിരുന്നല്ലോ പേട്ടച്ചക്കൻ ഇന്ന് രാത്രി മരിച്ചു പോകുന്നുള്ള കാര്യം അവർ കണ്ടുപിടിച്ചിരുന്നത്. പക്ഷെ ഇന്ന് രാത്രി പേട്ടച്ചക്കൻ അല്ല മരിക്കാൻ പോകുന്നത്, പകരം മറ്റൊരുത്തനാണ്. ഇവരെ എല്ലാവരെയും പറ്റിക്കാനാണ് ആ വീട്ടിൽ ഇതുപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഡയറി വെച്ചിരുന്നത്. അതേസമയത്ത് കൂട്ടുകാരി ഒരു മഞ്ഞ കോട്ടും ഇട്ടുകൊണ്ട് ഏതോ ഒരു ലിഫ്റ്റിൽ കയറി നിൽക്കുന്നുണ്ട്. അവളുടെ മുന്നിൽ തന്നെയാണെങ്കിൽ ഒരു പയ്യൻ കണ്ണാടിയിൽ നോക്കിയിട്ട് അവന്റെ മുഖത്തുള്ള എന്തോ ഒരു കുരു പിടിച്ച് പൊടിക്കാനായിട്ട് നോക്കുകയാണ്. പിന്നീട് അവള് ചോദിക്കും, നിനക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? അവൻ ഇതെന്താണ് ഇവർ സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് തിരിഞ്ഞു നോക്കുന്ന നേരത്ത് അവള് പറയും, എന്റെ മകനാണെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റിയില്ലായിരുന്നു. പെട്ടെന്ന് അവൾ ആ കത്തിയെടുത്ത് അവന്റെ നെഞ്ചത്ത് കുത്തി കുത്തി അവനെ കൊന്നുകളയും. അന്ന് രാത്രി തന്നെ വൂങ് പേട്ടച്ചക്കനെ കാറിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അന്ന് ക്ലാസ്സിൽ നടന്ന കാര്യങ്ങൾ, ജൂങ്ങിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം സത്യം പോലെ തന്നെ തുറന്നു പറയാനായിട്ട് പറയും. അപ്പോഴാണ് അവൻ വലിയൊരു സത്യം തുറന്നു പറയുക, ഇതാരോടും പറയരുത്, പറഞ്ഞ എന്റെ സീനിയേഴ്സ് എല്ലാവരും കൂടെ ജൂങ്ങിനെ ചെയ്ത പോലെ തന്നെ എന്നെയും ചെയ്യും. ഇല്ല, ഞാൻ ആരോടും പറയില്ല എന്ന് വൂങ്ങും പറയും. അങ്ങനെ അവൻ ആ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തുടങ്ങും. അവരുടെ സ്കൂളിലെ സീനിയേഴ്സ് ചെക്കന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ ആ സ്കൂളിൽ നിന്ന് അടിച്ച് ഇടിച്ച് തൂക്കുന്ന പയ്യന്മാരുടെ വീഡിയോസ് എല്ലാം അവർ അപ്ലോഡ് ചെയ്യും. എന്നാൽ ഈ ഒരു കാര്യം ജൂങ് ആക്സിഡന്റിൽ മരിച്ചുപോയ ജൂങ് ആരോടോ തുറന്നു പറയാനായിട്ട് ശ്രമിച്ചപ്പോൾ അവരെല്ലാവരും കൂടെ അവനെ പിടിച്ചിടിച്ചിട്ട് അവന്റെ വീഡിയോ എടുത്ത് ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അവൻ എന്നാണോ ഈ ഒരു കാര്യം പുറത്തു പറയാനായിട്ട് ശ്രമിച്ച് അന്ന് മുതൽ അവന്റെ കഷ്ടകാലം തുടങ്ങി. അന്ന് മുതൽ അവരെല്ലാവരും അവനെ എടുത്തിട്ടിടിക്കാൻ തുടങ്ങി. അതിലവനെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ പിള്ളേരെല്ലാം അവനെ എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനസാക്ഷി പോലും ഇല്ലാതെയാണ് അവനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിലുള്ള ഉപദ്രവങ്ങളെല്ലാം കഴിഞ്ഞാൽ അവൻ മൂത്രമൊഴിക്കാനൊന്ന് ചെന്നാൽ അവിടെയും വന്ന് അവരെല്ലാവരും കൂടെ അവനെ ഉപദ്രവിക്കും. അവനെ കൊണ്ട് പല കാര്യങ്ങളും അവരെല്ലാവരും കൂടെ ചെയ്യിക്കും. എന്നാൽ ഈ വീഡിയോസിലെല്ലാം അവനെ ഉപദ്രവിക്കാനായിട്ട് നിന്ന ആളുകളാണ് ഇപ്പൊ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അവനെ ഉപദ്രവിച്ച കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ട്. അവരെല്ലാവരും വീട്ടിലിരുന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള മെനകെട്ട പരിപാടികൾ ചെയ്യുമ്പോഴൊന്നും അവന്മാർ വിചാരിച്ചില്ല ഇമാതിരി വലിയൊരു പണി വരുമെന്നുള്ള കാര്യം. അതേസമയത്ത് തന്നെ സിയയും വൂവും കൂടെ കാറിൽ ഇരിക്കുകയാണ്. സിയക്ക് ഈ ടെൻഷനെല്ലാം ഇരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇപ്പൊ മകന്റെ കാര്യം ആലോചിച്ചിട്ട് അതിലും വലിയ ടെൻഷൻ ഉണ്ട്. അവൻ ഇതുപോലെ പാലങ്ങളുടെ അടിയിലെല്ലാം പോയിട്ട് പെയിന്റ് ചെയ്യുന്നത്, സ്പ്രേ പെയിന്റ് ചെയ്യുന്ന കാര്യം അവൾക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ വൂങ് പറയും, ഇതുപോലെ പെയിന്റ് ചെയ്യുന്നതെല്ലാം മോശമായിട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കല്ലേ, അതൊരു കലയാണ്. നിനക്ക് ന്യൂയോർക്കിൽ നിന്നും കൊറിയയിലേക്ക് വന്ന ബാസിക്കുക എന്ന് പറഞ്ഞ ആളെ അറിയോ? വലിയ ചിത്രകാരനാണ്, അറിയപ്പെട്ട ആളുമാണ്. പക്ഷെ 27ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും അവളുടെ ടെൻഷൻ അങ്ങോട്ട് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ വോങ് ആ വീഡിയോസ് എല്ലാം ഒന്നുകൂടെ എടുത്തു വെച്ച് കാണും, അതിൽ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമോ എന്ന് മനസ്സിലാവാനായിട്ട്. അങ്ങനെ ആ വീഡിയോസ് കാണുന്ന നേരത്താണ് മനസ്സിലാവുക ഈ വീഡിയോ ഷൂട്ട് ചെയ്തയാളെ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ണാടിയിലൂടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തയാളെ കാണുന്നുണ്ട്. അവൻ ആ വീഡിയോ കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനെ അയച്ചു കൊടുത്ത് ഇതിന്റെ ക്ലാരിറ്റി കൂട്ടിയിട്ട് തിരിച്ചയക്കാൻ പറയുന്ന നേരത്ത് അവൻ പറയും, വല്ല തുണ്ടുവാണോ? അതങ്ങനെ കുറെ പോലീസുകാർ ഇതുപോലെയുള്ള സീരിയസ് സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എങ്ങനെയാണോ തോന്നുന്നത്. എന്തായാലും അയാൾ പെട്ടെന്ന് തന്നെ ക്ലാരിറ്റി കൂട്ടിയിട്ട് അയച്ചു കൊടുക്കും. അങ്ങനെ ആ കണ്ണാടിയിൽ കണ്ട ക്യാമറയിൽ വീഡിയോ ഷൂട്ട് ചെയ്തയാളെ സൂം ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുക അവർ ആദ്യം തന്നെ സ്കൂളിൽ ചോദ്യം ചെയ്യാനായിട്ട് പ്രിൻസിപ്പാളെ കാണാനായിട്ട് പോയില്ലായിരുന്നോ? പ്രിൻസിപ്പാളെ അല്ല, ക്ലാസ്സാരെ കാണാനായിട്ട് പോയില്ലായിരുന്നോ? അന്ന് ഏതോ ഒരുത്തൻ അവർ സംസാരിക്കുന്നതല്ല ഒളിഞ്ഞു നിന്ന് കേൾക്കുകയും വീഡിയോ എടുക്കുകയും എന്തോന്ന് ചെയ്തില്ലായിരുന്നോ? അവനെയാണ് ഈ കണ്ണാടിയിൽ കൂടെ കാണുന്നത്. അവനാണ് ഈ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതേ സമയത്ത് അവൻ ഏതോ ഒരു കഫേയിലിരുന്ന് കമ്പ്യൂട്ടറിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവന്റെ ഒരു കയ്യിൽ ക്യാമറ ഓൺ ചെയ്ത് തൊട്ടടുത്തുണ്ടായിരുന്ന ചേച്ചിയെ മോശമായിട്ട് അവൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നീട് ഒരു കത്തി വന്ന് അവന്റെ കഴുത്തിൽ ഇറങ്ങുന്നത്. അങ്ങനെ അവൻ അവിടെ നിന്ന് തന്നെ മരിക്കും. അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അത് കണ്ട് പേടിച്ചോടും. അവിടേക്ക് എത്തുന്ന പോലീസുകാർക്കാണെങ്കിലും ഇത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മരണങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് സിയ പാർക്കിങ്ങിൽ വന്ന് വണ്ടി എടുക്കാൻ കാർ എടുക്കാൻ നിൽക്കുന്ന നേരത്താണ് അവളെ ആരോ കോൾ ചെയ്യുന്നത്. എടുത്തു നോക്കുന്ന നേരമാണ് മനസ്സിലാവുക കൂട്ടുകാരിയാണ് വിളിക്കുന്നത്. നീ എന്നെ തെരഞ്ഞാണല്ലേ നടക്കുന്നത്? സിയ പറയും, നിനക്കൊന്ന് കീഴടങ്ങിക്കൂടെ? ഇനിയും ഇതുപോലെ തന്നെ പോകാനാണ് ഭാവമെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ ഇപ്പൊ എന്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് നിന്നെ രക്ഷിക്കാം. അപ്പോഴാണ് അവളുടെ കാറിന്റെ തൊട്ടടുത്തേക്ക് മറ്റൊരു കാർ വന്ന് നിർത്തുന്നത്. അതിലിരിക്കുന്നതാണെങ്കിൽ കൂട്ടുകാരിയാണ്. നീ എന്നെ എങ്ങനെ രക്ഷിക്കാനാന്ന് ചോദിച്ചിട്ട് അവൾ അപ്പൊ തന്നെ കാർ എടുത്ത് അവിടുന്ന് പോകും. സിയും പിന്നാലെ തന്നെ വണ്ടി വളച്ച് അവളെയും ചേസ് ചെയ്ത് പോയെങ്കിലും അവളെ കാണുന്നില്ല. പിന്നെ അവളൊന്നും നോക്കില്ല. കാർ അവിടെ ഇവിടെയൊക്കെ ഇടിച്ച് മുട്ടി പൊളിച്ച് അവളെ കണ്ടുപിടിച്ച് അവളെ ചേസ് ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുക അവൾ രക്ഷപ്പെടാനല്ല ശ്രമിക്കുന്നത്, അവൾ സിയെ എങ്ങോട്ടോ ഒന്ന് കൊണ്ടുപോവാണ്. അങ്ങനെ അവർ നേരെ ചെന്ന് എത്തിപ്പെടുന്നത് ഒരു ചർച്ചിന്റെ മുന്നിലാണ്. ചർച്ചിനകത്തേക്ക് കയറുന്ന കൂട്ടുകാരി അവർ തമ്മിൽ സ്കൂളിൽ വെച്ചുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിയെ പറയും, നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്കൊന്ന് കീഴടങ്ങിക്കൂടെ? അതിന് അവള് പറയും, നീ എനിക്കൊരു സഹോദരിയെ പോലെ ആയിരുന്നു. ആ കാലങ്ങളെല്ലാം തിരിച്ചു വന്നാലെങ്കിലെന്ന് ഞാൻ ആലോചിച്ചു
തിരിച്ചു പോവുകയാണ്. നമ്മുടെ ആള് പറയും, നിർത്ത്, നീ അന്നത്തെ പോലെയല്ല, നീ വളരെ മാറിപ്പോയിട്ടുണ്ട്, ഇനിയെങ്കിലും നീ ഒന്ന് കീഴടങ്ങ്. അപ്പോഴാണ് അവള് പറയാ, നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മുടെ ചിത്രം വരയ്ക്കാൻ പോയിരുന്ന അന്ന് ഹീജിയോ എന്നൊരു പെൺകുട്ടിയെ നമ്മൾ കൊന്നില്ലേ? അതിന് സിയ പറയും, നമ്മൾ കൊന്നോ, നമുക്കന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. കൂട്ടുകാരി പറയും, നിന്നോടത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, നിനക്ക് വികാരം എന്ന് പറയുന്ന ഒരു സാധനം പോലും ഇല്ല. എന്റെ മകന്റെ അവസ്ഥ അത് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നിട്ട് അവൾ തിരിച്ചു പോകുന്ന നേരത്ത് സിയ അവളുടെ നേരെ ഗണ്ണ് ചൂണ്ടുന്നുണ്ട്. പക്ഷെ അവളെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൂട്ടുകാരി സുഖമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകും. അപ്പോഴാണ് പണ്ടെന്തായിരുന്നു നടന്നതെന്ന് നമ്മൾ കാണുന്നത്. അവര് രണ്ടുപേരും കൂടെ അവരുടെ ചിത്രം വരയ്ക്കാനായിട്ട് ഏതോ ഒരു ചിത്രകാരന്റെ വീട്ടിലേക്ക് പോവുമായിരുന്നു. അപ്പോഴാണ് ഹീജിയോ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ 3 പയ്യന്മാരിൽ നിന്ന് ഉപദ്രവിക്കാനായിട്ട് നിൽക്കുന്നത് കാണുക. അത് കാണുന്ന കൂട്ടുകാരി ഓടി വന്ന് സിയോട് പറയും, നമുക്ക് അവളെ രക്ഷിക്കാനായിട്ട് പോയാലോ, അവളിപ്പോൾ വലിയൊരു അപകടത്തിലാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? സിയ പറയും, ഹേയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല, അവളെപ്പോഴും അതുപോലെ തന്നെ അല്ലേ, നാളെ അതുപോലെ തന്നെ അവൾ സ്കൂളിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ അവരാ ചിത്രകാരന്റെ വീട്ടിൽ ചെന്ന് അവർ രണ്ടുപേരുമുള്ള ചിത്രവും വരച്ച് പിറ്റേന്ന് സ്കൂളിലേക്ക് വരുമ്പോഴാണ് അറിയുന്നത്, അവർ തലേന്ന് രാത്രി കണ്ടിരുന്ന ആ പെൺകുട്ടി ഇല്ലായിരുന്നോ, അവള് കൊല്ലപ്പെട്ടു. അതാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ അന്ന് സിയ ഒരു തീരുമാനം എടുത്തതാണ്, ഇതുപോലെ പെൺകുട്ടികൾക്കെതിരായിട്ടുള്ള ഒരു അക്രമവും വെച്ച് പൊറുപ്പിക്കില്ല എന്ന്. അങ്ങനെയാണ് അവൾ ഒരു പോലീസായിട്ട് മാറുന്നത്. അന്ന് രാത്രിയാകുമ്പോൾ സിയക്ക് മകനോട് എന്തെല്ലാമോ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അവനാണെങ്കിൽ ഒന്നും മെയിൻ ചെയ്യുന്നില്ല. അവന്റെ അടുത്ത് ചെന്ന്, നിനക്ക് എന്നോട് വെറുപ്പാണോ എന്ന് ചോദിക്കും. അതിനവൻ പറയും, വെറുപ്പാണെന്നോ, നിന്നോട് എനിക്ക് അത് മാത്രമേ ഉള്ളൂ, നീ എന്തിനാ എന്നെ എഡി പോടി നീ എന്നെല്ലാം വിളിക്കുന്നതെന്ന് ചോദിക്കുന്ന നേരം അവൻ പറയും, ഞാൻ നിന്നെ ഒരു കുടുംബമായിട്ട് പോലും കാണുന്നില്ല. അങ്ങനെ അവൻ മാറിക്കളയാൻ നോക്കുന്ന നേരം അവൾ അവന്റെ മുഖത്തിട്ട് ഒരൊറ്റ അടിയാണ്. അപ്പോഴാണ് അവൻ പറയാ, നമുക്കിതുപോലെ അറിയാത്തവരെ പോലെ തന്നെ ജീവിക്കാം, ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങിത്തരാം. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു എൻ്റെ അമ്മ. എനിക്ക് വേണമെന്ന് തോന്നുന്ന, എൻ്റെ കുടുംബമെന്ന് തോന്നുന്ന ആളുകളെല്ലാം എന്നോട് വിട്ടുപോവാണ്. ഇനി നിങ്ങളും എൻ്റെ ഒരു കുടുംബമാണെന്ന് ഞാൻ വിചാരിച്ചാൽ നിങ്ങളും എന്നെ വിട്ടുപോയാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല. അവൻ്റെ ഇതെല്ലാം പറഞ്ഞു കേട്ട് കഴിയുമ്പോൾ അവൻ അടിച്ചതിൽ സിയക്ക് വലിയ കുറ്റബോധമാണ്. ചെയ്തു പോയതാണ്, അവൾ വേണ്ടാന്ന് വിചാരിച്ചതാണ്, പക്ഷെ അവൾ ചെയ്തു പോയി. എന്തായാലും പിറ്റേ ദിവസം അവർ ആ ക്ലാസ് സാറിന്റെ വീട്ടിലേക്കാണ് വരുന്നത്. അയാൾ എന്തോ പേടിച്ച് വെള്ളറിയാണ് അവിടെ ഇരിക്കുന്നത്. അയാൾ വളർത്തിക്കൊണ്ടിരുന്ന ഒരു പെറ്റിനെ ആരോ കത്രി കൊണ്ട് കുത്തി കൊന്നിരിക്കുകയാണ്. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ മാഷിന് അറിയാം. അതുകൊണ്ട് തന്നെ മാഷ് തുറന്നു പറയും, അവനെ കുട്ടികളെല്ലാം ഉപദ്രവിക്കുന്നത്, ജൂങ്ങിനെ കുട്ടികളെല്ലാം ഉപദ്രവിക്കുന്ന കാര്യം എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ അത് കാണാത്ത പോലെ ഞാൻ നടിച്ചു. അതെല്ലാം പെട്ടെന്ന് തന്നെ തീരുമെന്നാണ് വിചാരിച്ച്. പക്ഷെ ഇതുപോലെയൊക്കെ അവസാനിക്കുമെന്ന് ഞാൻ ചിന്തിച്ചത് പോലുമില്ല. പക്ഷെ മാഷ് പറയുന്ന കാര്യങ്ങളൊന്നും സിയയുടെ ഉള്ളിലേക്ക് കയറുന്നില്ല. അവളുടെ മനസ്സിൽ മൊത്തം മകന്റെ കാര്യങ്ങളാണ്, ചേച്ചിയുടെ മകന്റെ കാര്യങ്ങളാണ്. അവളവിടെ വന്നിരുന്ന്, ഞാൻ സ്നേഹിക്കുന്ന ആളുകളൊന്നും എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന നേരം വൂങ്ങ് പറയും, നമ്മൾ സ്നേഹിക്കുന്നവര് ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കില്ല, നമ്മളെ സ്നേഹിക്കുന്നവരെ ചിലപ്പോൾ നമ്മൾ സ്നേഹിക്കില്ല. ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്, വിചാരിക്കുന്ന പോലെയാണോ എന്റെ കാര്യങ്ങൾ പോകുന്നത്? എനിക്ക് നല്ലൊരു പോലീസുകാരനാവാനായിരുന്നു ഇഷ്ടം, പക്ഷെ എനിക്കൊരു നല്ല കീഴുദ്യോഗസ്ഥനാവാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അതിന് സിയ പറയും, നീ നല്ലൊരു കീഴുദ്യോഗസ്ഥനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ നീ നല്ലൊരു പങ്കാളിയാണ്. അത് കേൾക്കുന്ന നേരത്ത് വൂങ്ങിന് ചെറുതായിട്ടൊന്ന് കുറവാവുക എന്ന് പറഞ്ഞാല് ചെറുതായിട്ടൊന്ന് നാണമാവുന്നുണ്ട്. എന്തായാലും രാത്രി അവൾ തിരിച്ച് വീട്ടിലെത്തുന്ന നേരത്ത് ഫോണിലേക്ക് ആരോ വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്തു നോക്കുന്ന നേരത്ത് മകനെയാണ് അവർ ചോദിക്കുന്നത്, എടാ നിനക്കൊരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞ് അവന് ഫോൺ എടുത്തു കൊടുക്കാൻ നേരത്ത് അവനാണെങ്കിൽ വേണ്ടാന്ന് തലകൊണ്ട് കാണിക്കുന്നുണ്ട്. അന്നേരം അവള് പറയും, അവനിവിടെ ഇല്ലല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയോ, ഞാൻ അവനോട് പറഞ്ഞോളാം. അതിന് വിളിച്ചയാൾ പറയും, അവനിങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവനോട് തന്നെ എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി. എന്നാൽ ഇതാരാ വിളിക്കുന്നത്, എന്തിനാ വിളിക്കുന്നതെന്നൊന്നും മനസ്സിലാവില്ല. പക്ഷെ എല്ലാം സാധാരണ പോലെ തന്നെയാണ് നടക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ കാര്യമാക്കില്ല. അങ്ങനെ അടുത്ത ദിവസം സന്ധ്യയാകാൻ നേരത്ത് മകനാണെങ്കിൽ പാലത്തിനടിയിൽ നിന്ന് അവന്റെ ചിത്രം, അവന്റെ പെയിന്റിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ അടുത്തേക്ക് ആരോ ഒരാൾ വരുന്നത്. പിന്നെ കാണുന്നത് അവനെ അടിച്ചിട്ട് ബന്ദിയാക്കിയിട്ട് കാറിലിട്ട് കൊണ്ടുപോകുന്നതാണ്. കാർ ഓടിക്കുന്നയാളുടെ കണ്ണ് മാത്രമാണ് കാണുന്നത്. അത് കൂട്ടുകാരി തന്നെയാണോ എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ മറ്റാരെങ്കിലും ആയിരിക്കാം. അതേ സമയത്ത് സിയ ആണെങ്കിൽ വീട്ടിലേക്ക് മകനെ വിളിച്ചു നോക്കുന്ന നേരത്ത് ഫോണിൽ എന്തോ റെക്കോർഡ് ചെയ്ത കാര്യം അതുപോലെ തന്നെ തിരിച്ചു പറയാണ്, നിങ്ങളിങ്ങനെ ടെൻഷനായിട്ട് അവനെ വിളിക്കേണ്ട, അവൻ ഈ വീട്ടിലില്ല, അവനേക്ക് എപ്പോഴേ ഞാൻ ബോധിച്ചു. അങ്ങനെയാണ് ഫോണിൽ നിന്ന് തിരിച്ചു പറയുന്നത്. നമ്മുടെ ടീം പെട്ടെന്ന് തന്നെ ഓടി ആ പാലത്തിനടിയിലെത്തുമ്പോൾ അവൻ വരച്ച ചിത്രം മാത്രമല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ല. അവൻ അവിടെ എവിടെയും കാണാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ മഴയത്ത് കാറിൽ വന്ന് ഇരിക്കുമ്പോഴാണ് മകന്റെ ഫോണിൽ നിന്നും സിയയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അത് എടുത്തു നോക്കുന്ന നേരം സിയയുടെ കൂട്ടുകാരി മകനോട് എന്തോന്ന് സംസാരിക്കുന്നത് കേൾക്കാം. നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം, ചിലപ്പോൾ എൻ്റെ മകൻ അത് ആഗ്രഹിച്ചെന്നിരിക്കാം, ഇത് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ഫോണിൽ കൂടെ കേൾക്കുന്ന മഴയുടെ ശബ്ദം ചെറുതായിട്ടൊന്ന് മാറുന്നത്. അത് കേൾക്കുന്ന വോങ് പറയും, സബ്വേയുടെ അടിയിൽ പോയാലാണ് ഇതുപോലെ ശബ്ദം കേൾക്കുക. എന്തായാലും മകൻ സബ്വേയുടെ അടിയിൽ അവിടെ എവിടെയോ ഉണ്ടെന്ന് മനസ്സിലാകുന്നവര് പെട്ടെന്ന് തന്നെ സബ്വേയുടെ അടുത്തേക്ക് ചെല്ലും. എന്നാൽ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ബിൽഡിങ്ങിൽ നിന്നും പുകയേറുന്നുണ്ട്. അവരങ്ങോട്ട് കയറി ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക, സിയയുടെ കൂട്ടുകാരി മകന്റെ കഴുത്തിലെ കത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ വെട്ടു എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അവൾ നിൽക്കുന്നത്. സിയ പെട്ടെന്ന് തന്നെ ഗണ്ണെടുത്ത് അവളുടെ നേരെ ചൂണ്ടിയിട്ട്, നീ ഇത് എന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു, അവനെ വിട്ടേക്ക്, അവനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയും. ഇത് കേൾക്കുന്ന അവള് പറയും, കാഴ്ചക്കാര് ഉപദ്രവിക്കുന്ന ആളുകളെക്കാളും കൂടുതൽ കുറ്റക്കാരാണ്. സിയ പറയും, നിന്റെ മകൻ ഇതുപോലെ ഡയറിയിൽ ഇവരെ എല്ലാവരെയും കൊല്ലണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ സമ്മർദ്ദം, അവന്റെ ടെൻഷൻ മാറ്റിയെടുക്കാൻ മാത്രമാണ്, അല്ലാതെ അവനിതുപോലെ ആളുകളെ എല്ലാവരെയും കൊല്ലണമെന്നില്ല. ആ ഒരു
കാര്യം നീ മനസ്സിലാക്ക്. അവരിതെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പോലീസുകാർ സൈറണും മുഴക്കിയിട്ട് അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന കൂട്ടുകാരി പറയും, എന്നാ പിന്നെ നമുക്കിതെല്ലാം അവസാനിപ്പിച്ചാലോ, നമുക്ക് ആ ഡയറി പൂർത്തിയാക്കാന്ന് പറഞ്ഞ് അവൾ ആ കത്തിയെടുത്ത് അവന്റെ കഴുത്തിലേക്ക് കുത്തിയിറക്കാൻ നിൽക്കുമ്പോഴേക്ക് സി അവളെ ഷൂട്ട് ചെയ്തു. എന്നാൽ രണ്ടുപേരും താഴേക്ക് വീണു. ആർക്കാണ് കൊണ്ടേന്ന് മനസ്സിലാവില്ല. അടുത്തേക്ക് പേടിച്ച് ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക കൂട്ടുകാരിക്ക് തന്നെയാണ് ഷൂട്ട് കൊണ്ടിട്ടുള്ളത്. അന്നേരം പേടിച്ച് വിളറി നിൽക്കുന്ന മകൻ പറയും, നിങ്ങൾ എന്നെ കൊല്ലാനായിട്ട് നോക്കുകയാണോ? കുറച്ച് നേരത്തെ എൻ്റെ അടുത്തേക്ക് വന്നുകൂടായിരുന്നോ എന്ന് ചോദിച്ച് അവൻ അവളെ കെട്ടിപ്പിടിക്കും. അത് കാണുമ്പോഴാണ് അവൾക്കൊന്ന് സമാധാനമാവുക. അങ്ങനെ പോലീസുകാരെല്ലാവരും ക്രൈം സ്പോട്ടിലെത്തി. അവരെല്ലാവരും അവിടെ നിന്ന് ഓരോ തെളിവുകളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെല്ലാം അവസാനിച്ചു. ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞു. നമ്മുടെ മകനല്ല, സിയയുടെ ചേച്ചിയുടെ മകൻ ഇപ്പൊ പാലത്തിന്റെ അടിയിൽ വന്ന് അവൻ വരച്ചോണ്ടിരുന്ന ചിത്രം പൂർത്തിയാക്കി. അപ്പോഴാണ് സിയ അങ്ങോട്ട് കയറി വരുന്നത്. അവനിതെല്ലാം വരച്ചു വെച്ചിരിക്കുന്നത് കാണുന്ന നേരം അവനൊരു കഴിവുണ്ടെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാകും. അവള് പറയും, നല്ലൊരു പരിശീലനം കിട്ടിയാൽ നീ ഒരു കൊറിയൻ ബാക്കീസാകും. അത് കേൾക്കുന്നവൻ ചിരിക്കുന്നേരം അവള് പറയും, നീ എന്താ വിചാരിച്ച് എനിക്ക് കലയെക്കുറിച്ചൊന്നും അറിയില്ലെന്നോ? എനിക്കും അതൊക്കെ അറിയാം. ശരിക്കും അവൾ ഈ കാര്യങ്ങളെല്ലാം വോങ് പറയുന്നത് കേട്ടിട്ടാണ് ഇപ്പൊ അവനോട് പറഞ്ഞ്. അവൻ പറയും, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, കൊറിയൻ ബാക്വീസ് അല്ല, ബാസിക്വിയ എന്നാണ് അയാളുടെ പേര്. അതും കേട്ട് ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വോങ് വരുന്നുണ്ട്. അവന്റെ കയ്യിൽ സ്പ്രേ പെയിന്റിന്റെ ഒരു കിറ്റ് തന്നെയുണ്ട്. അതിൽ തന്നെ മാസ്കും എല്ലാം വെച്ചിട്ടുണ്ട്. അത് അവന്റെ കയ്യിലേക്ക് കൊടുത്തു പറയും, ഇത് നിനക്ക് സിയ തരാൻ പറഞ്ഞാണ്. എന്ത് ചെയ്യാനാ, ഞാൻ അവളുടെ ഒരു വേലക്കാരനെ പോലെ ആയിപ്പോയി. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയട്ടെ, നിനക്ക് പോലീസിലൊന്ന് ചേർന്നൂടെ? അന്ന് നീ ആ ഒരു സാഹചര്യത്തിലും ആ കാറിൽ വെച്ച് നിന്നെ കെട്ടിവെച്ചപ്പോഴും നീ എങ്ങനെയൊക്കെയോ ഞങ്ങളെ ഫോൺ വിളിച്ച് അറിയിച്ചില്ലേ? അന്നേരം അവൻ പറയും, ഞാൻ ഫോൺ വിളിച്ചെന്നോ? ഞാൻ അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. ജൂങ്ങിന്റെ അമ്മ തന്നെയാണ് ഫോൺ ഓൺ ചെയ്ത് നിങ്ങളെ വിളിച്ച് എന്റെ പോക്കറ്റിൽ ഇട്ട് വെച്ച് തന്നെ. ഇത് കേൾക്കുന്ന സിയ ആണെങ്കിൽ ആകെ അവതാളത്തിലാകും. ഇത് എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? അവള് തന്നെ അവളെ പിടിക്കാനായിട്ട് ഇതുപോലെ ഒരു പരിപാടി ചെയ്തായിരുന്നോ? പെട്ടെന്ന് തന്നെ അവര് രണ്ടുപേരും കൂടെ മോർച്ചറിയിലേക്ക് വന്ന് ഷൂട്ട് ചെയ്ത് കൊന്ന കൂട്ടുകാരിയുടെ ബോഡി കട്ട് ചെയ്ത് അകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന നേരത്താണ് അതിനകത്ത് നിന്ന് ഒരു ക്യാപ്സ്യൂൾ കിട്ടുക. അതിൽ എഴുതി വെച്ചത് ആ കാഴ്ചക്കാരി എന്റെ അമ്മയായിരുന്നു എന്നാണ്. അന്ന് അവള് മകന്റെ കഴുത്തിൽ കത്തി വെച്ച് പറഞ്ഞില്ലായിരുന്നോ, കാഴ്ചക്കാരാണ് ഉപദ്രവിക്കുന്നവരെക്കാളും കൂടുതൽ കുറ്റക്കാരെന്ന്? അത് ശരിക്കും അവളെ കുറിച്ച് തന്നെയാണ് അവൾ പറഞ്ഞിരുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്ക് പിന്നെയാണ് മനസ്സിലാവുക. അവൻ എന്നും സ്കൂളിൽ നിന്ന് ശരീരത്തിലെ വെട്ടും ഇടിയൊക്കെ കൊണ്ട പാടുമായിട്ട് വരുന്ന കണ്ട് അവന്റെ അമ്മ വിചാരിക്കുക അവൻ സ്കൂളിൽ ചെന്ന എപ്പോഴും അടി ഉണ്ടാക്കുകയാണെന്നാണ്. അതുകൊണ്ട് തന്നെ നീ എന്തിനാടാ സ്കൂളിൽ പോണെന്ന് ചോദിച്ച് അവൻ അടിയോടടിയാണ് വീട്ടിൽ വെച്ച്. അവനാണെങ്കിൽ ഇതൊന്നും തുറന്നു പറയാനുള്ള ത്രാണിയില്ല. ചെറുപ്പം മുതലേ അവൻ ഇതുപോലുള്ളൊരു പയ്യനായിരുന്നു. മൂകനായിരുന്നു, ശാന്തനായിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊന്നും പറയാൻ പറ്റില്ല. പേടിച്ച് അലമാരയിലൊക്കെ വന്നിരിക്കുമ്പോൾ അവന്റെ അമ്മ വന്ന് അവനെ അടിച്ച് പുറത്തിറക്കും. നീ എന്താണ് ഇതുപോലെ അലമാരയിലെല്ലാം വന്ന് കിടക്കുന്നതെന്ന് ചോദിച്ചാണ് അവൻ അടിക്കുക. അങ്ങനെ അവസാനം അവൻ ആ ഷൂ മോഷ്ടിച്ചെന്നുള്ള കാര്യം അറിയുമ്പോൾ ശരിക്കും അവനല്ല ഷൂ മോഷ്ടിച്ചത്, അവന്റെ കൂട്ടുകാർ അവൻ ഇതുപോലെ ഒരു കുടുക്കിൽ പെടുത്തിയതാണ്. എന്തായാലും അന്ന് അവനെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കൂട്ടി കാല് കയറുന്ന അമ്മ അവനോട് പറഞ്ഞില്ലായിരുന്നോ, ഇങ്ങനെയാണെങ്കിൽ നീ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്ന് പോയി തരുമെന്ന്? അത് കേൾക്കുന്നവൻ കാറിൽ നിന്ന് ടെൻഷനായി പുറത്തിറങ്ങി അടുത്ത് വരുന്ന കാറിന് മുന്നിലേക്ക് ഒരൊറ്റ ചാട്ടാണ്. ആ കാർ അവനെ ഒരു ഒറ്റ ഇടിക്ക് തെറിപ്പിക്കും. ഇത് കണ്ട് സ്തംഭിച്ച് നിൽക്കുന്ന അമ്മ പിന്നാലെ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി അവന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുന്ന നേരത്താണ് മനസ്സിലാവുക അവൻ മരിച്ചെന്നുള്ള കാര്യം. ആ ഒരു സമയം അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവന്റെ ബോഡിയുടെ അടുത്ത് വന്നിരുന്ന് കുറേ സമയം കരയും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവന്റെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അമ്മ അവൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിൽ കാണുന്നത്. അവൻ എന്തിനായിരുന്നു എന്നും സ്കൂളിൽ നിന്നും അടി വാങ്ങി വന്നേന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴാണ് അമ്മക്ക് മനസ്സിലാവുക. അത് കാണുന്ന അമ്മക്ക് വീണ്ടും താങ്ങാൻ പറ്റില്ല. അതെല്ലാം കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് മകന്റെ ഡയറി, ജൂങ്ങിന്റെ ഡയറിയും അമ്മക്ക് കിട്ടുന്നത്. അതിൽ അവൻ എഴുതി വെച്ചിട്ടുണ്ട്, അവനെ ഉപദ്രവിച്ചവരെ എല്ലാം അവൻ കൊല്ലുകയാണെങ്കിൽ അവരെ എങ്ങനെയാണ് കൊല്ലാൻ പോകുന്നതെന്ന്. അത് കാണുന്ന അമ്മ അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ, അവൻ വിചാരിച്ച പോലെ തന്നെ അവനെ ഉപദ്രവിച്ച ആളുകളെ എല്ലാം കൊല്ലും. എന്നാൽ അതിന്റെ അവസാനമായിട്ട് അവൻ എഴുതി വെച്ചിരുന്നത് ഇതിനെല്ലാം ഒരു കാഴ്ചക്കാരി ഉണ്ടായിരുന്നു. ആ കാഴ്ചക്കാരി എന്റെ അമ്മയായിരുന്നു എന്നാണ്. അത് കാണുന്ന അമ്മക്കറിയാം കാഴ്ചക്കാര് ഉപദ്രവിക്കുന്ന ആളുകളെക്കാളും കുറ്റക്കാരാണ്. അതുകൊണ്ട് തന്നെ അവന്റെ അവസാനത്തെ ആഗ്രഹം, അവന്റെ ആഗ്രഹം അങ്ങനെയായിരുന്നോന്ന് അറിയില്ല. എന്നിരുന്നാലും പോലീസുകാരെ കൊണ്ട് അവളെ തന്നെ കൊല്ലുകയായിരുന്നു. അല്ലാതെ സിയയുടെ ചേട്ടത്തിയുടെ മകനെ കൊല്ലാനായിട്ട് അവൾക്കൊരു പ്ലാന് പോലും ഇല്ലായിരുന്നു. എന്തായാലും ആ ആളില്ലാത്ത വീട്ടില് കൂട്ടുകാരിയും അവളുടെ മകൻ ജൂങ്ങും ഭർത്താവും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണിച്ചുകൊണ്ട്, ഫാമിലി ഫോട്ടോ കാണിച്ചുകൊണ്ട് ഡയറി ഓഫ് ജൂൺ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. സിനിമയ്ക്ക് ഇത്തിരി ക്ലാരിറ്റി കുറവായിരുന്നു. എന്നിരുന്നാലും നല്ലൊരു സിനിമയായിരുന്നല്ലോ നമ്മൾ കണ്ടത്. ഈ സിനിമയിൽ ഇതുവരെ ജൂങ്ങിന്റെ മുഖം കാണിച്ചിട്ടില്ല. അവൻ ആരാന്ന് നമുക്ക് ഇതുവരെ അറിയില്ല. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ ഒരു സിനിമയ്ക്കൊരു മിസ്റ്ററി എങ്ങനെ കിടക്കുന്ന ഒരു രസമാണ്. പിന്നെ സിനിമയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും മറക്കാതെ കമന്റ് ബോക്സിൽ ചോദിക്കുക. എല്ലാത്തിനും റിപ്ലൈ വരുന്നതായിരിക്കും. സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. കമന്റ് ചെയ്യാത്തവർ എന്തായാലും ഒരു കമന്റ് കൂടെ. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.